ഖാലിദ് ജമീലിൻ്റെ ഒരു കാര്യത്തിൽ സംശയങ്ങളുള്ളത് എന്ന് വെച്ചാൽ അദ്ദേഹം നല്ലൊരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പരിശീലനം തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേയിൽ പറ്റുന്ന താരങ്ങളെ അദ്ദേഹം ചൂസ് ചെയ്യുള്ളൂ. അതിൽ പല സീനിയർ പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി എന്തിനാണെന്ന് 34-35 ആയ പ്ലേയേഴ്സിനെ നമുക്കിനി അടുത്തൊരു ലക്ഷ്യം 2030 വേൾഡ് കപ്പാണ്. അപ്പോൾ ആ വേൾഡ് കപ്പിലേക്ക് വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ആ വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയേഴ്സ് വരുമ്പോഴെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന താരങ്ങളെല്ലാം ഇനി മുന്നോട്ട് കൊണ്ടുവരണം. കാരണം ഇനി നമുക്ക് ഒന്നുമില്ല നേടാൻ. ഇനി ആ ഒരു പ്രിപ്പറേഷൻ എന്ന നിലയിൽ നമ്മൾ പോവുക എന്ന് പറയുന്നൊരു കാര്യം മാത്രമാണ് മുമ്പിലുള്ളത്. അപ്പോൾ വീണ്ടും പക്ഷേ അദ്ദേഹം പോയത് സീനിയർ താരങ്ങളിലേക്കും ഒക്കെയാണ്. അപ്പോൾ അത് ഒരു ചോദ്യമാണ്. പിന്നെ ഒരു കാര്യം, ഈ ജൂനിയർ ടീം നമ്മൾ അണ്ടർ 23 ടീമിൻ്റെ പ്രകടനം കണ്ട് ഇങ്ങനെ ഞെട്ടിത്തെറിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഖത്തറിനെതിരെയും ബഹ്റൈനെതിരെയും ഒക്കെ കളിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടീം ഖാലിദ് ജമീലിൻ്റെ ഒരു സിസ്റ്റത്തിൽ, കാരണം അതൊരു ടെക്നിക്കൽ പ്ലേയേഴ്സാണ്. ഖാലിദ് ജമീൽ വേറൊരു ടൈപ്പ് കോച്ചാണ്. അപ്പം ഫ്യൂച്ചറിൽ ആ താരങ്ങൾ സീനിയർ ടീമിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ആകുമോ? അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അണ്ടർ 23 കണ്ട പ്ലേയേഴ്സ് അല്ലല്ലോ സീനിയർ ടീമിൽ കാണുന്നത് എന്നൊക്കെ പറയേണ്ടി വരുമോ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ എനിക്കുണ്ട്.